വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇനി നമ്മൾ നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിലേക്ക് പ്രവേശിക്കുക. നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ രണ്ട് തരമുണ്ട്, അബ്ആദു സുന്നത്തും ഹൈആത്തു സുന്നത്തും. അബ്ആദു സുന്നത്ത് എന്ന് പറഞ്ഞാൽ സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സുന്നത്തുകൾ. അത് വിട്ടുപോയാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അങ്ങനെയുള്ള അബ്ആദു സുന്നത്ത് 7 എണ്ണാണ്. ഒന്നാമത്തെ തഹിയ്യാത്ത്, ഖുനൂത്ത്, അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ, അവസാനത്തെ അത്തഹിയ്യാത്തിലെ ആലിൻ്റെ മേലുള്ള സ്വലാത്ത്, ഇങ്ങനെ 7 അബ്ആദ് സുന്നത്തുകൾ ശേഷം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മൾ ആദ്യം ഹൈആത്ത് സുന്നത്താണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഹൈആത്ത് സുന്നത്ത് ഒരുപാടുണ്ട്. നിസ്കാരം തുടങ്ങുന്നത് മുതൽ അവസാനം വരെയുള്ള, നിയ്യത്ത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ സുന്നത്തായിട്ടുണ്ട്. ആ സുന്നത്തുകൾക്കൊക്കെ പ്രത്യേകം കൂലിയുണ്ട്. എല്ലാ സുന്നത്തുകളും പാലിച്ച് നിസ്കരിക്കുമ്പോഴാണ് നിസ്കാരം സമ്പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് അല്ലാഹു തആല നിസ്കാരം കബൂലാക്കാൻ ഏറ്റവും അർഹതപ്പെട്ടതാകുന്നത്. അപ്പോൾ മുഴുവൻ സുന്നത്തും വ്യക്തി ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാ സുന്നത്തുകളും പാലിച്ച് നിസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിഷയത്തിലേക്ക് അടക്കാം, അർത്ഥം വെക്കാം. അപ്പോൾ സുനനുഹ, അതിൻ്റെ സുന്നത്തുകൾ, നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ നൗആനി, 2 ഇനങ്ങളാണ്. ഹൈആത്തുൻ, ഒന്ന് ഹൈആത്ത് സുന്നത്തുകൾ. മിൻഹ, ഹൈആത്ത് സുന്നത്തുകളിൽ പെട്ടതാണ് അൽ ഇളാഫത്തു ഇലല്ലാഹി തആല, നിയ്യത്ത് വെക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയൽ. നിയ്യത്ത് വെക്കുന്ന സമയത്ത് അള്ളാഹു തആലക്ക് വേണ്ടി എന്ന് നിയ്യത്തിൽ ഉൾക്കൊള്ളിക്കൽ. അപ്പോൾ നിയ്യത്തിൻ്റെ നിർബന്ധമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതിൽ അള്ളാഹു തആലക്ക് വേണ്ടി എന്ന് പറയൽ. വതഅറുദു ലിൽ ഇസ്തിഖ്ബാലി, ഖിബ്ലക്ക് മുന്നിടുന്നു എന്ന് വെളിവാക്കൽ. വഅദദു റക്അത്തിൻ്റെ എണ്ണം വെളിവാക്കൽ. റക്അത്തുകളുടെ എണ്ണം 4 റക്അത്ത് നിസ്കരിക്കുന്നു, 3 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് വെളിവാക്കി പറയും. വൽ അദാഇ വൽ ഖളാഇ, അദാ ഖളാ എന്ന് വെളിവാക്കൽ. അപ്പോൾ അദാ ആയിട്ട് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഖളാ ആയ ളുഹർ എന്ന് പ്രത്യേകം പറയാം. വ ഇല്ലം യകുൻ അലൈഹി ഫായിതത്തുൻ മുമാസിലത്തുൽ ലിൽ മുഅദ്ദാത്തി, കിതാബിൽ 2 നുസ്ഖ കാണുന്നുണ്ട്. ഒന്ന് വ ഇല്ലം യകുൻ അലൈഹി ഫായിതത്തു മുമാസലത്തുൽ ലിൽ മുഅദ്ദാത്തി, ഈ അദായി നിസ്കരിക്കുന്ന നിസ്കാരത്തോട് തുല്യമായ ഖലായിപ്പോയ നിസ്കാരം അവനിക്ക് ഇല്ലെങ്കിലും ശരി അദാ ഖലാ എന്ന് വെളിവാക്കൽ സുന്നത്താണ്. അതാണ് ഞാനിപ്പോൾ നോക്കി വായിക്കുന്ന കിതാബിലുള്ളത്. നമ്മുടെ PDF കോപ്പിയിലുള്ളത് എന്താണ്? വ ഇല്ലം യകുൻ അലൈഹി എന്നല്ല, ഇല്ലം തകുൻ അലൈഹി ഫായിതത്തു മുമാസലത്തുൽ ലിൽ മുഅദ്ദാത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്? അദാ ആയ നിസ്കാരത്തിനോട് തുല്യമായ ഖലാ ആയ നിസ്കാരം ഇല്ലെങ്കിലാണ് അദാ ഖലാ എന്ന് വക്കൽ സുന്നത്ത് അല്ലെങ്കിൽ നിർബന്ധം എന്നുള്ളൊരു അർത്ഥമാണ് അന്നേരം അവിടെ വരിക. അപ്പോൾ സ്വഹീഹായ നുസ്ഖയായി മനസ്സിലാകുന്നത് വൈല്ലം തക്കുൻ അലൈഹി ഫായിതത്തുൻ അല്ലെങ്കിൽ വൈല്ലം യക്കുൻ അലൈഹി, അതെന്തായാലും പറ്റും, മജാസിയായ മുഅന്നസാണല്ലോ. വൈല്ലം യക്കുൻ അലൈഹി അല്ലെങ്കിൽ വൈല്ലം തക്കുൻ അലൈഹി ഫായിതത്തുൻ മുമാസലത്തുൽ ലിൽ മുഅദ്ദാത്തി, അദാ ആയ നിസ്കാരത്തിനോട് തുല്യമായ ഖലാ ആയ നിസ്കാരം അവനിക്കില്ലെങ്കിലും ശരി അദാ ഖലാ എന്ന് പറയൽ സുന്നത്ത് തന്നെയാണ്. അപ്പോൾ അവനിക്ക് വേറെ ഖലാ ആയ നിസ്കാരമൊന്നുമില്ല, എന്നാലും അദാ എന്ന് പറയൽ സുന്നത്ത് തന്നെയാണ്. പിന്നെ വന്നു തുഖ്ബിൽ മൻവിയ്യ്, അടുത്ത സുന്നത്ത് ഈ കരുതുന്ന കാര്യങ്ങളെ കൊണ്ട് ഉച്ചരിക്കലും സുന്നത്താണ്. കരുതുന്ന കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ നിയ്യത്ത്, നിയ്യത്തിൻ്റെ മുഴുവൻ ഘടകങ്ങളും അതൊക്കെ വായ കൊണ്ട് പറയലും സുന്നത്തുണ്ട്. അടുത്ത സുന്നത്ത് വനളുറു മൗദിഉ സുജൂദിഹി, അവൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കൽ. മുത്രിഖൻ റഅ്സഹു ഖലീലൻ, ഒരല്പം തല താഴ്ത്തിയവനായിട്ട്. അപ്പോൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കണം നിസ്കാരം തുടങ്ങിയത് മുതൽ അവസാനം വരെ. ഇല്ലല്ലാഹു എന്ന് പറയുന്ന അഷ്ഹദു അത്തഹിയ്യാത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുന്ന സമയത്ത് കൈ ഉയർത്തും, നമ്മുടെ ചൂണ്ടുവിരൽ ഉയർത്തും വലത് കൈയിൻ്റെ. ആ സമയത്ത് എന്താക്കുക, അവിടേക്ക് നോക്കുക. പിന്നെ സലാം വീട്ടുന്നവരെ ആ വിരലിലേക്കാണ് നോക്കേണ്ടത്. ബാക്കി മുഴുവൻ സമയത്തും എന്താണ്? സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. എങ്ങനെയാണ്? സ്ട്രൈറ്റിൽ നിന്നിട്ട് എന്താണ്? കണ്ണ് മാത്രം താഴോട്ടാക്കിയിട്ടല്ല, ഒരല്പം തലയും താഴോട്ട് ആക്കിയവനായ നിലയിൽ എന്താക്കുക? സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക. സുമ്മ റഫ്ഉ യദൈഹി, പിന്നെ അവൻ്റെ 2 കൈയും ഉയർത്തൽ.
അതും സുന്നത്താണ്. ബി കഷ്ഫിൻ, കൈ മടക്കി പിടിച്ചിട്ടല്ല, തുറന്ന് പിടിച്ചിട്ട് ഉയർത്തുക. ഓരോന്നും വേറെ വേറെ സുന്നത്താണ് കേട്ടോ. ഹദബ മങ്കി ബൈഹി, അവൻ്റെ രണ്ട് ചുമലിന് നേരെ ഉയർത്തുക. മഴ ഇബ്തിദാ ഇ തഹറുമീൻ, തക്ബീറത്തുൽ ഇഹ്റാം ആരംഭിക്കുന്നതോടുകൂടി ഉയർത്തുക. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങുന്നതോടുകൂടി എന്താക്കുക, കൈ ഉയർത്തണം. അതേ കൈ ഉയർത്തി വെച്ചിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലല്ല. അള്ളാഹു എന്ന് പറയുമ്പം കൈ ഉയർത്താൻ തുടങ്ങുക. എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് തീരുമ്പോഴേക്ക് കൈ ഉയർത്തി തീർക്കുക. അതിനുശേഷം കൈ എന്താക്കുക, താഴേക്ക് വന്നിട്ട് നെഞ്ചിൻ്റെ താഴെയായിട്ട് വെക്കുക, കൈ താഴ്ത്തുക. അള്ളാഹു അക്ബർ പറഞ്ഞതിന് ശേഷമാണ് കൈ താഴ്ത്തേണ്ടത്. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, വായിച്ചു പോവാൻ. അപ്പോൾ കൈ ഉയർത്തേണ്ടത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ സന്ദർഭത്തിലാണെന്ന് കൂട്ടത്തിൽ പറയാൻ. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ തുടങ്ങുന്ന സമയത്ത്. പിന്നെ അവർ റുക്കൂഇലേക്ക് പോകുമ്പോഴും റുക്കൂ തുടങ്ങുമ്പോഴും കൈ ഉയർത്തണം. റഫ്ഇ മിൻഹു, റുക്കൂഇൽ നിന്ന് ഉയരുന്ന സമയത്തും കൈ ഉയർത്തണം. വമിൻ തശഹുദിൻ അവല, ഒന്നാമത്തെ തഹിയ്യാത്തിൽ നിന്ന് ഉയരുന്ന സമയത്തും കൈ ഉയർത്തണം. ഒന്നാമത്തെ തഹിയ്യാത്തിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്തും കൈ ഉയർത്തണം. വളുഉ യമീനിൻ അലാ കൂഇ യസാരിഹി, അവൻ്റെ വലത് കൈ വെക്കുക അവൻ്റെ ഇടത് കൈയിൻ്റെ മണിബന്ധത്തിൻ്റെ മേൽ. തഹ്ത സ്വദരിഹി, നെഞ്ചിൻ്റെ താഴെയായി വെക്കുക. നെഞ്ചുമേലല്ല, ഡേഞ്ചർ ജിന്നാക്കിയിട്ടല്ല വെക്കേണ്ടത്, നെഞ്ചിൻ്റെ താഴെയായിട്ട് ഇടത് കൈയിൻ്റെ മണികണ്ഠത്തിൻ്റെ മേൽ എന്താക്കുക, വലത് കൈ വെക്കുക. അതും സുന്നത്താണ്. വ തഫ്രീഖു ഖദമൈഹി, അപ്പോൾ മണിബന്ധം പിടിക്കലും സുന്നത്താണ്. വ തഫ്രീഖു ഖദമൈഹി, അവൻ്റെ രണ്ട് കാൽപാദങ്ങളും വിട്ടുപിരിക്കലും സുന്നത്താണ്. ഖദ്ര ഷിബിരിൻ, ഒരു ചാണിൻ്റെ ഖദ്ർ, ഫിൽ ഖിയാമി, നൃത്തത്തിൽ. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഒരു ചാണിൻ്റെ അളവിൽ എന്താക്കുക, അവൻ്റെ കാൽപാദങ്ങൾ വിട്ടുപിരിക്കുക, അതും സുന്നത്താണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബാക്കി ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ശേഷം പറയുന്നുണ്ട്, ഘട്ടം ഘട്ടമായിട്ട്. എല്ലാ ദിവസവും കുറേശ്ശെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.